എന്നാലും ഇതെങ്ങനെ സംഭവിച്ചല്ലയാ? നമ്മൾ അത്രയും വിജിലന്റ് ആയിട്ട് നോക്കിയിരുന്നിട്ടോ. ആന്നേ, എന്നാലും ആരാ ഇത് ഇങ്ങനെ ചെയ്തവൻ? എന്തായാലും നമുക്കത് കണ്ടുപിടിക്കണം. ഇനി വെറുതെ ഇരുന്നാൽ അത് അപകടമാണ്. പക്ഷെ നമ്മളതെങ്ങനെ കണ്ടുപിടിക്കും? എടാ, ഇത് നടന്നതേ അർജുന്റെ വീട്ടിൽ വെച്ചല്ലേ. അപ്പൊ നമുക്ക് ആ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും CCTV നോക്കിയാലോ? അത് വേണം നോക്കാം. എടാ, ഈ ക്യാമറയല്ലേ അർജുന്റെ വീട് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ പിന്നെ അത് മാത്രം പ്ലേ ചെയ്താ പോരെ? എടാ, ഈ അർജുന്റെ വീട്ടിലോട്ട് കയറി പോന്നേ അഫ്സലല്ലേ? ഇവനോ? ഇല്ലടാ, അവൻ തിരിച്ചിറങ്ങി. ഏകദേശം 10 മിനിറ്റ് അവൻ ഇതിനകത്തുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, ഇവൻ തന്നെ അതിന്റെ പുറകില്. കാര്യങ്ങളുടെ പോക്കിങ്ങനാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല. ശരിയാ, ആദ്യം കണ്ണൻ, ഇപ്പൊ ഇത് അർജുനും. ഇനി അടുത്ത ആരായിരിക്കും? അടുത്തത് എടാ അവനടുത്തിട്ട് അർജന്റ് ഉറപ്പാ. അയ്യോ, അവൻ നാളെ മലയ്ക്ക് ഇവിടെ തിരിച്ചു വരുന്നേ. മാതാവേ, ഇനി അവന്റെ ലക്ഷ്യം അമലായിരിക്കും ഇനി അടുത്തത്. അപ്പൊ ഇനി കാര്യങ്ങൾ നമ്മളങ്ങ് തീരുമാനിക്കും. അമലിനെ തേടി അവൻ അവിടെ വരുന്നതിന് മുമ്പ് നമ്മളവിടെ കാണും. വാടാ. വാ. അനക്കൊന്നുമില്ല അകത്ത്. ഞാൻ ജനലിൽ കൂടെ നോക്കി. നിങ്ങളായിരുന്നോ? എന്നാ പറയാ വന്നേ? അതൊക്കെ പറയാം. എന്നാടാ, വല്ല പ്രശ്നമുണ്ടോ? അത് പിന്നെ അഫ്സലേ. അഫ്സലോ? അവനിപ്പോ ഉണ്ടല്ലോ. എന്റെ പൊന്നടാവേ, ഞാൻ രാവിലെ വന്ന് അമ്പലത്തിൽ കയറി ഒന്ന് മാല ഊരി ഷേവ് ചെയ്യാൻ വേണ്ടി കയറിയതാ. ഇത് അളിയും വന്ന് അന്നേരം എന്റെ മുന്നിൽ നിൽക്കുന്നു. അപ്പൊ തന്നെ എന്നെ വണ്ടിയൊക്കെ പിടിച്ച് കയറി ഇവിടെ കൊണ്ടിറക്കി വിട്ടു. ഇത് ഇരിപ്പുണ്ട്, അകത്തിരിപ്പുണ്ട് ഇവിടെ. അമലെ, ഇവൻ ഇതിനു വേണ്ടി അളിയൻ എന്നെ ബസ് സ്റ്റാൻഡിൽ രാവിലെ കാത്തു നിന്ന് നേരെ ഇങ്ങോട്ട് പോയിക്കൊണ്ട് വന്നേ. വന്നപ്പം മുതൽ ആക്രാന്തം മൂത്ത് ഇതും പിടിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഇനി പറഞ്ഞിട്ടെന്നാ കാര്യം? മിഷൻ ഫെയിൽഡ്. എന്നാടാ, എന്നെ കാര്യം? ഇവന് മുന്നേ അരവണ അടിച്ചു മാറ്റാണ് വന്നു. പക്ഷെ ലേറ്റ് ആയിപ്പോയി. ബെസ്റ്റ്. എന്തായാലും ഓടിപ്പിടിച്ച് വന്നതല്ലേ, ഇതെടുത്തു. അത് വേണ്ട, അത് നീ എടുത്തോ. നിനക്കൊക്കെ മേടിക്കാൻ ഞാൻ വരുവോ? അയ്യപ്പനുള്ള അയ്യപ്പന്, വാവർക്കുള്ള വാവർക്ക്.